നമ്മൾ വിചാരിച്ച പോലെ സക്സസ് ആവാത്തത് നമ്മുടെ മാത്രം പ്രശ്നമായിരിക്കില്ല, നമ്മുടെ ഫാമിലീൻ്റെയും കൂടി പ്രശ്നമായിരിക്കും. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്നവനും ഒരു വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നവനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫ്രീഡം. അതായത് ഒരാൾക്ക് തനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചവനാണെങ്കിൽ അവനത് പറ്റില്ല. കാരണം അവന് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. അതായത് അവൻ്റെ ചിലവിലായിരിക്കും ചിലപ്പോൾ ഒരു ഫാമിലി തന്നെ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഒരു വെൽ സെറ്റിൽഡ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണെങ്കിൽ അവനൊരു പ്രശ്നമില്ല. അവന് ഇഷ്ടമുള്ള പോലെ അവൻ്റെ പാഷനെ കണ്ടുപിടിക്കുക, അവന് 100 കാര്യങ്ങൾ ട്രൈ ചെയ്യുക, എന്നാലും അവനൊരു പ്രശ്നമില്ല. കാരണം അവന് ഒരു റെസ്പോൺസിബിലിറ്റീസും ഇല്ല. അവൻ ഇല്ലെങ്കിലും ആ ഫാമിലി സുഖമായി സ്മൂത്തായിട്ട് ഓടും. ഞാൻ പറയുന്നത് സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയുടെ കാര്യമാണ്, അല്ലാണ്ട് മില്യണർ ആവണം എന്നല്ല പറയുന്നത്. നിങ്ങളിലും ചില ആൾക്കാരുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാവും. അതായത് നിങ്ങൾ ജോലിക്ക് പോയില്ലെങ്കിലും വീട് സുഖമായിട്ട് പോകും. സോ അങ്ങനെയുള്ളവർ നിങ്ങൾ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജിലുള്ള ആൾക്കാരാണ്. അത് നിങ്ങൾ എത്രയും നന്നായിട്ട് മുതലെടുക്കാൻ ശ്രമിക്കുക. ഇനി മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ആകെ ഒരേ ഒരു വഴി നമ്മുടെ കഴിവിൽ 100% കോൺഫിഡൻസ് വെച്ചിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അല്ലാണ്ട് നമുക്കൊരു കാര്യം ട്രൈ ചെയ്യാനോ ട്രൈ ഔട്ട് ചെയ്യാനോ പാഷന് പുറകെ പോകാനൊന്നും ചിലപ്പോൾ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. നിങ്ങൾ പറ്റുന്നത്ര നിങ്ങളുടെ ഫ്രീ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ നിൽക്കുക. അതായത് ഔട്ട്സൈഡ് വർക്കിംഗ് അവേഴ്സ് അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ഇതൊക്കെ എക്സ്ട്രാ പണിയെടുത്ത് നിങ്ങളുടെ ഫാഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം ഫോളോ ചെയ്യാനുള്ളൊരു പാത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ആ ഒരു വഴി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ.